പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. എല്ലാവർക്കും എഫാഥായിലേക്ക് സ്വാഗതം. ഇന്ന് പകുതി നോമ്പ്. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ പകുതി ദിനരാത്രങ്ങൾ കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പ് എപ്പോഴും ഒരു ആത്മപരിശോധനയുടെയും അനുതാപത്തിന്റെയും ഒക്കെ കാലഘട്ടമാണ്. നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച് ക്രൂശുമരണം സ്വീകരിച്ച് ഉയർത്തെഴുന്നേറ്റ് സാത്താന്റെ അടിമ നുഖത്തിൽ നിന്നും മനുഷ്യനെ വിടുവിച്ച ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനായി പരിശുദ്ധ സഭ ആഹ്വാനം ചെയ്യുന്ന കാലഘട്ടം. ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധ പിതാക്കന്മാർ ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം സംഖ്യാപുസ്തകം അതിന്റെ 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുവിറുത്തപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പത്തെ അയക്കുകയും അത് അവരെ കടിക്കുകയും അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്യും. അവരവരുടെ പാപം മനസ്സിലാക്കി അനുതപിച്ചപ്പോൾ ദൈവം മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുവാൻ ആവശ്യപ്പെടുകയും അത് കൂടാരത്തിന് നടുവിൽ നാട്ടുകയും ചെയ്തു. അതിലേക്ക് നോക്കിയവർ രക്ഷിക്കപ്പെട്ടു. ഇന്നത്തെ ദിവസത്തെ വിശുദ്ധ ഏവൻഗേലിയം ഭാഗത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ. കർത്താവ് ഇവിടെ മരുഭൂമിയിൽ നാട്ടിയ പിച്ചള സർപ്പത്തോട് തന്നെയാണ് ഉപമിക്കുന്നത്. ഇവിടെ 2 സ്ഥലത്തും കർത്താവ് ആവശ്യപ്പെടുന്ന ഒരേ കാര്യമാണ്: അവങ്കിലേക്ക് നോക്കുക, അവങ്കിലേക്ക് തിരിയുക. 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് രാജാവിനെതിരെ മോവാബ്യരും അമ്മോന്യരും മേന്യരും യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ രാജാവും ജനങ്ങളും ദൈവസന്നദ്ധിയിൽ മുട്ടുകളെ മടക്കുകയാണ്. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഈ യുദ്ധം നിങ്ങളുടേതല്ല, ഇത് ദൈവത്തിന്റെ അത്രേ എന്നാണ്. ആമോസ് 5-ാം അധ്യായം 4-ാം വാക്യം: നിങ്ങൾ ജീവിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കും. നമ്മൾ നമ്മുടെ ജീവിതം എന്ന നൗകയിൽ യാത്ര ചെയ്യുമ്പോൾ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് ദിശ തെറ്റുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ യുദ്ധം എന്റേതല്ല, എന്റെ ദൈവത്തിൻ്റെതത്രേ. ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഞാൻ എന്റെ ദൈവത്തിലേക്ക് തിരിയാം. സങ്കീർത്തനം 34-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയതുമില്ല. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ക്രൂശ് മരണത്തിന്റെയും രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാളിനെയും കൊണ്ടാടുവാൻ ഞങ്ങൾ ഒരുങ്ങുന്ന ഈ കാലയളവിൽ അങ്ങയിൽ നിന്ന് തിരിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, അങ്ങയിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. 99 ആടിനെയും വിട്ട് വഴി തെറ്റിപ്പോയ ആ ഒരു ആടിനെ തേടിപ്പോയ ആ ഒരു സ്നേഹം ഞങ്ങൾ തിരികെ സ്വീകരിക്കണമേ. കർത്താവെ, താഴ്മയായി ചോദിക്കണം, കൃപയോട് കേട്ട് ഉത്തരമരുമാറാകണമേ. ആമേൻ.